NCERT-യുടെ ഫിസിക്സിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ചെറിയ ടോപ്പിക്കുകളേ ഉള്ളൂ. അപ്പം അത് ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ബോയൻസി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് എന്തുകൊണ്ടാണ് ഒരു വാട്ടർ സോഴ്സിനകത്തോട്ട് ഫ്ലോട്ട് ചെയ്യുന്നത്, സിങ്ക് ചെയ്യുന്നത്, അത് ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം ഒരു ഓബ്ജക്റ്റ് വാട്ടറിനേക്കാളും ഡെൻസ് ആണെങ്കിൽ അത് സിങ്ക് ചെയ്യും. ആ ഓബ്ജക്റ്റ് വാട്ടറിനേക്കാളും ലെസ് ഡെൻസ് ആണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം ഒരു അയൺ നെയിൽ എന്ന് പറയുന്നത് സിങ്ക് ചെയ്യും, പക്ഷെ ഒരു ഷിപ്പ് അത് ഫ്ലോട്ട് ചെയ്യും. കാരണം ഷിപ്പ് ഹോളോ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഷിപ്പ് ഇങ്ങനെ ഇരിക്കുമ്പം എത്രമാത്രം വാട്ടറിനെയാണ് പുഷ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം ഈ വെയിറ്റിനേക്കാളും കൂടുതൽ വാട്ടറിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അതുപോലെയാണ്. ഇനി ഓരോ ഓബ്ജക്റ്റിൻ്റെ വെയിറ്റ്, അതായത് വാട്ടർ പുഷ് ചെയ്യുന്നത് ഇസ് മോർ ദാൻ ഒബ്ജക്റ്റ് വെയിറ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യും. ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ വേപ്പർ ആവുന്നതിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്. ഈ വാട്ടർ വേപ്പർ തിരിച്ച് വീണ്ടും വാട്ടർ ആവുന്നതിനെ നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഓബ്ജക്റ്റിനെ പുഷും പുള്ളും ചെയ്ത് ആ ഓബ്ജക്റ്റിൻ്റെ ഒന്നെങ്കിൽ അതിൻ്റെ ഷേപ്പോ ഡയറക്ഷനോ അല്ലെങ്കിൽ മോഷനോ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു മോഷൻ ഇങ്ങോട്ടാണെങ്കിൽ അതിനെതിരെയുള്ള ഒരു മോഷനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. അല്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതൊരു പിടുത്തം കിട്ടുക എന്ന് പറയത്തില്ല, അതിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു എർത്ത് ഇതാണെങ്കിൽ, ഇത് സെൻറ്റർ ഓഫ് എർത്ത് ആണെങ്കിൽ ഇതിൻ്റെ നടുക്കോട്ട് പുള്ള് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. മൂണിന് ഗ്രാവിറ്റി കുറവാണ്. മൂണിൻ്റെ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എർത്തിൻ്റെ ഗ്രാവിറ്റിയേക്കാളും 1/6 ഓഫ് എർത്ത് ഗ്രാവിറ്റിയേ ഉള്ളൂ മൂണിൻ്റെ ഗ്രാവിറ്റി. ഇനി എനർജി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അതിൽ പലതരം എനർജി ഉണ്ട്. ഹീറ്റ് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൂവിങ് ഓബ്ജക്ട്സിലുള്ള എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സ്റ്റോർഡ് എനർജി. ഇനി എയർ പ്രഷർ എന്ന് വെച്ചാൽ എയർ ഒരു പുഷിങ് ഫോഴ്സ് എല്ലാത്തിലും കൊടുക്കും, അതിനെയാണ് എയർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വെള്ളത്തിനകത്ത് ഒരു ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ സക്ക് ചെയ്യുമ്പോൾ എയർ പ്രഷർ കാരണമാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു ബോട്ടിലെ നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പം ഉള്ളത് എയർ പ്രഷറാണ്. ഇനി ഒരു ഹോട്ട് എയർ എന്ന് പറയുന്നത് റൈസ് ചെയ്യും, കോൾഡ് എയർ എന്ന് പറയുന്നത് സിങ്ക് ചെയ്യും. അതാണ് ഹോട്ട് എയർ ബലൂണൊക്കെ. ഹോട്ട് എയർ എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഹോട്ട് എയർ ബലൂണ് നമ്മളിങ്ങനെ മേളിലോട്ട് പോകുന്നത്. ഈ വിൻഡ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ ഡിഫറൻസ് കാരണം, അതായത് ഒരു ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും ഇപ്പം ലാൻഡിൻ്റെ മേളിൽ ഇപ്പോൾ ഹോട്ട് എയറും വാട്ടറിൻ്റെ മേളിൽ കോൾഡ് എയറും ആണെങ്കിൽ ലാൻഡിൽ നിന്നുള്ള ആ ഹോട്ട് എയർ മേളിലോട്ട് പോകും. അപ്പോൾ വാട്ടറിൽ നിന്നുള്ള ആ കോൾഡ് എയർ ആ സ്ഥാനത്തേക്ക് വരും. അങ്ങനെയാണ് കടൽക്കാറ്റൊക്കെ അടിക്കുന്നത്. ഇനി അതുപോലെ പിന്നെ ഈ എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എർത്ത് പലതരം പ്ലേറ്റുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിനെ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയും. ഈ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറുമ്പോൾ റബ്ബ് ചെയ്യുമ്പോഴാണ് നമുക്ക് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് 5th സ്റ്റാൻഡേർഡിനകത്തുള്ള ഒരു ബേസിക് ഫിസിക്സ്. ഇനി അതിനകത്തുള്ള ഒരു ബേസിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, അത് നമ്മളിപ്പോൾ പറഞ്ഞു. സോളിഡ് ലിക്വിഡ് ആവുന്നത്, ലിക്വിഡ് ഗ്യാസ് ആവുന്നത്. ഇപ്പം നമ്മൾ ഇവോപ്പറേഷൻ വെച്ചാൽ ഈ ലിക്വിഡ് ഗ്യാസ് ആവുന്നതിനെയാണ്, തിരിച്ച് ഈ ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവുന്നതിനെ നമ്മൾ ഫ്രീസിങ് എന്ന് പറയും. കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എന്താ, ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആക്കുന്നതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇനി സൊല്യൂബിൾ സബ്സ്റ്റൻസ്, അതായത് നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിനെയാണ് നമ്മൾ സൊല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അലിഞ്ഞു ചേരാത്തത്. അങ്ങനെ ഒരു സാധനം നമ്മൾ ഒരു വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഇപ്പം പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഉപ്പ് വെള്ളം, അതിനെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയും. ഇപ്പം എന്തെങ്കിലും അലിഞ്ഞ് ചേരുന്നില്ല, അതായത് ഇപ്പം ചോക്ക് നമ്മൾ വെള്ളത്തിൽ കലക്കാൻ ശ്രമിച്ചു, അത് അലിഞ്ഞില്ല, അതെന്തോ ആയി മാറും, സസ്പെൻഷനായിട്ട് മാറും. ഇനി നമ്മുടെ എയറിനകത്ത് ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അങ്ങനെ പലതിൻ്റെയും കോമ്പോസിഷനാണ് എയർ. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. പ്ലാന്റ്സ് ആണെങ്കിലോ, പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഓക്സിജൻ തിരിച്ച് വിടുന്നു. ഇനിയുള്ളത് ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് അത് ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും തരുവാണെങ്കിൽ നമ്മൾ അതിനെ കമ്പഷൻ എന്ന് പറയും. ഇത് ഇങ്ങനെയാണ് ഫോസിൽ ഫ്യൂൽസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും തന്നിട്ടാണ് നമുക്ക് അതിന് എനർജി കിട്ടുന്നത്. വണ്ടികൾ ഓടിക്കാനും, ഇതിപ്പോൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും എന്താണെങ്കിലും.
ഇനി എന്തുകൊണ്ടാണ് റസ്റ്റ് സംഭവിക്കുന്നത്? അയൺ ഓക്സിജനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് റസ്റ്റ് വരുന്നത്. അതായത് അയൺ Fe ആണ്. അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ ഇസ് Fe2O3. ഇതിനെന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് എന്ന് പറയും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗാൽവനൈസേഷൻ. അതായത് സിങ്കിൻ്റെ ഒരു കോട്ട് കൊടുക്കും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഓക്സിജനും വാട്ടറും ആ സിങ്കുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അകത്തുള്ള അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് കെമിസ്ട്രി ടോപ്പിക്സ് 5ാം ക്ലാസ്സിൽ.